കണ്ണൂരിൽ KSU പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. ലഹരിക്കെതിരെ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിലേക്ക് തിരിഞ്ഞത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ഹരികൃഷ്ണൻ പാളാട് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ അർജുൻ കൊറോമിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. സജി ജോസഫ് MLA ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. ലഹരി വ്യാപനത്തിനെതിരെ കണ്ണൂർ എക്സൈസ് ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയ KSU പ്രവർത്തകർ സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഗേറ്റ് ലക്ഷ്യമാക്കി ഓടിയെടുത്തു. ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമം, ചെറുത്തുനിന്ന് പോലീസും. ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ വീണ്ടും പ്രവർത്തകർ ഗേറ്റ് ലക്ഷ്യമാക്കി നീങ്ങി. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെയും സിറ്റി ഇൻസ്പെക്ടർ സനൽകുമാറിന്റെയും നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് നിലയുറപ്പിച്ചു. പ്രവർത്തകർ ഏറെ നേരം ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതെ നിന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഇതാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നിന്ന് പോർവിളിച്ചു. സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയെ പിടികൂടുന്നതിനിടയിൽ ഉടുമുണ്ട് അഴിഞ്ഞത് വാഗ്വാദം രൂക്ഷമാക്കി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായില്ലെന്നും പോലീസാണ് ബലപ്രയോഗം നടത്തിയതെന്നും സജീവ് ജോസഫ് MLA ആരോപിച്ചു. ഇന്ന് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, വളരെ സമാധാനപരമായിട്ടാണ് KSUക്കാർ മാർച്ച് നടത്തിയത്. അവിടെ പോലീസ് വന്നിട്ടാണ് വെറുതെ ആകെ 75 കുട്ടികളാണ് ഒരു സമരത്തിനുണ്ടായിരുന്നത്, നേതൃത്വം കൊടുത്തത്. അവിടെ വന്ന് അതിൽ കൂടുതൽ പോലീസുകാർ വന്ന് അവിടെ കൂടുതലൊരു പ്രകോപനപരമായ അന്തരീക്ഷമാണ് പോലീസോടെ ഉണ്ടാക്കിയത്. വേറെ പോലീസിന് നേരെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അവരെ ഇപ്പോൾ കുറേ പേരെ പോലീസ് കസ്റ്റഡി എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുട്ടികളുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഇന്നുണ്ടായിട്ടില്ല. പോലീസ് അനാവശ്യമായിട്ടുള്ളൊരു തിടുക്കമാണ് ഇന്ന് കാണിച്ചത്. ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി തുടങ്ങിയ നേതാക്കളെ വലിച്ചിഴച്ചാണ് പോലീസ് പിടികൂടിയതെന്നും ലഹരിക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിക്കേണ്ടതെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കൊറോമും പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഓരോ ജില്ലാടിസ്ഥാനത്തിലും എക്സൈസ് വകുപ്പിൽ പോലും ജീവനക്കാർ കുറവാണ്. ആ എക്സൈസ് വകുപ്പിനെ പോലും നിഷ്ക്രിയണം തടയാനുള്ള പിണറായി വിജയൻ എന്ന ലഹരി മാഫിയ തലവൻ്റെ ഗൂഢതന്ത്രമാണ് ഇത്തരം പോലീസിനെ വെച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത്തരം അടിച്ചമർത്തലുകൾ. ഇത്തരം അടിച്ചമർത്തലുകൾ കൊണ്ട് ഒരിക്കലും KSU എന്ന പ്രസ്ഥാനം ഇത്തരം ഒരു വിഷയങ്ങളിൽ കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ലഹരി മാഫിയകൾക്കെതിരെ പ്രത്യക്ഷ സമരമുമായി ഇനിയും അടിച്ചമർത്തലുകൾ ഉണ്ടായാലും ജയിലെങ്കിൽ ജയിൽ എന്ന രീതിയിൽ ഞങ്ങൾ തെരുവിലുണ്ടാകും. ഫർഹാൻ മുണ്ടേരി, MC അതുൽ, അമൽ തോമസ്, ഹരികൃഷ്ണൻ പാളാട് തുടങ്ങിയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് അർജുൻ കൊറോമിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രവർത്തകർ റോഡ് ഉപരോധിക്കാനും ശ്രമിച്ചു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.